ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം ഇത് രണ്ടും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും ഈ ഒരു വാക്കിന്റെ ഉപയോഗം ഈ സമൂഹത്തില് വളരെ വിസിബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഒരു പക്ഷെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇപ്പോ അത് പുറത്തു പറയാനും അതിന് ചികിത്സ തേടാനും ഒക്കെ ആളുകൾ തയ്യാറാവുന്നവരുടെ എണ്ണത്തില് വലിയ കൂടുതൽ നമുക്ക് ഡാറ്റയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഈ വ്യക്തികൾക്ക് ബാധിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ട്, ഒപ്പം തന്നെ സമൂഹത്തിന് ഒന്നാകെ ബാധിക്കുന്ന അവസ്ഥയുണ്ട്. കമ്മ്യൂണിറ്റികളിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ വിഷാദ രോഗം പലതരത്തിൽ അതിൻ്റെ പല രീതിയിലായിരിക്കും ഒരു പക്ഷെ ബാധിക്കുന്നുണ്ടാവുക. അതിന്റെ കാരണങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കാം. അങ്ങനെ ഒരു വലിയ ഏരിയയാണ് ഇത് ഈ വിഷാദം എന്ന് പറയുന്നത്. വിഷാദ രോഗത്തിന് അടിമപ്പെടുക എന്നാണ് പലപ്പോഴും ഈ എന്താ പറയാ ആരോഗ്യ ലേഖനങ്ങളിലൊക്കെ പ്രയോഗിച്ചും കണ്ടിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളതും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. ശരിക്കും ഈ ഒരു വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിലൊരു ഒരു ഇഷ്യൂ നമ്മുടെ ഭാഷയിൽ ഈ വിഷാദ രോഗം എന്നുള്ള ഒരു ഫോർമലായിട്ടുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ അകത്തുള്ള ഡിസ്ട്രെസ്, സൈക്കോളജിക്കലായിട്ടുള്ള ഡിസ്ട്രെസ് പുറത്ത് അത് ഡിസ്ട്രെസ് സൈക്കോളജിക്കൽ ആണ് എന്ന് സ്വയം തിരിച്ചറിയാനും അത് പുറത്ത് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതും ഒക്കെ ക്രമേണ വരുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഇപ്പോഴും അത് ഉൾക്കൊള്ളുകയോ അത് എക്സ്പ്രസ് ചെയ്യുകയോ തയ്യാറായിക്കൊള്ളുന്നില്ല ഇല്ല ഇപ്പോഴും. പക്ഷേ കൂടുതൽ ആൾക്കാർ അത് പറയാൻ തയ്യാറാവുന്നുണ്ട്. എല്ലാ സമൂഹങ്ങളിലും ചരിത്രം നോക്കിയാൽ അങ്ങനെയാണ്. ഇറ്റ് ഈസ് ഓക്കെ ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ മാനസിക രോഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി നല്ലൊരു വാക്ക് കിട്ടിയത് കൊണ്ടും കൂടി ആവാനുള്ളൊരു സാധ്യത ഡിപ്രഷൻ, വിഷാദം എന്ന് പറയുന്ന ഒരു അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പരസ്പരം അംഗീകരിച്ചിട്ടുള്ള വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നമുക്കിത് എക്സ്പ്രസ് ചെയ്യാൻ കളക്റ്റീവായിട്ടും ഇൻഡിവിജ്വലായിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ സൈക്യാട്രിയിൽ ഉപയോഗിക്കുന്ന വിഷാദ രോഗം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള നിർവചനങ്ങളുണ്ട്. അത് ഏതൊരു രോഗത്തിന്റെയും നിർവചനം മാതിരി തന്നെ ഉള്ളതാണ്. അതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പനിയാണെങ്കിലും അത് തെർമോമീറ്ററിൽ മാത്രം കാണിക്കുന്നു, നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നില്ലെങ്കിൽ നമ്മളതൊരു രോഗലക്ഷണമായിട്ടോ രോഗാവസ്ഥയായിട്ടോ കണക്കാക്കിക്കൊള്ളണമെന്നില്ല. നോർമലായിട്ട് ജീവിക്കും, ചെറിയൊരു ചൂട് കൂടുതലുണ്ട്. അതേമാതിരി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ മാനസിക രോഗങ്ങൾ എന്ന് നിർവചിക്കുന്ന അവസ്ഥകൾ എല്ലാം തന്നെ ജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കുമ്പോൾ മാത്രമാണ് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ റോൾ ഫങ്ഷൻ. നമ്മൾ എന്തൊക്കെയാണോ ഒരു ദിവസം പല റോളുകൾ ഉണ്ടല്ലോ നമുക്ക്, കുടുംബത്തിലെ റോള്, സമൂഹത്തിലെ റോള്, പ്രൊഫഷണൽ റോളുകൾ. സാധാരണഗതിയിൽ ഈ രോഗലക്ഷണങ്ങളുടെ എണ്ണവും അതിന്റെ സിവിയറിറ്റിയും വർദ്ധിച്ചിട്ട് ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെയാവും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന രോഗാവസ്ഥയായിട്ട് നിർവചിക്കുന്നത്. ആ ഘട്ടം എത്തുമ്പോഴേക്കും തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അഥവാ തലച്ചോറിലെ മാറ്റങ്ങൾ ഒരു ഘട്ടം എത്തുമ്പോഴാണ് നമ്മൾ അതിനെ വിഷാദ രോഗം ആയിട്ട് നിർവചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനുള്ള മരുന്നുകൾ ഇഫക്റ്റീവ് ആകുന്നത്. നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകൾ തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടാണ് ഡിപ്രഷൻ ഭേദപ്പെടുന്നത്, മെച്ചപ്പെടുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, അതായത് ആ ഒരു ഘട്ടം എത്തുമ്പോഴാണ് തലച്ചോറിൽ മാറ്റം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പുള്ള ഘട്ടങ്ങളിലും ബ്രെയിനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ തന്നെയല്ലേ? അതെ, പക്ഷെ എവിടെയെങ്കിലും ഒരു ലൈൻ വേണമല്ലോ, എപ്പോൾ ചികിത്സിക്കണം എന്ന് ഉറപ്പുവരുത്താൻ. അതായത് രോഗാവസ്ഥയുടെ നിർവചനത്തിലേക്ക് കടക്കുന്നത്. അതെ, കാരണം അതിനു മുൻപേ ഉള്ള ആ ലൈനിന് ഇപ്പുറത്ത് ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ റിയാക്ഷനായിട്ട് ഡിസ്ട്രെസ്ഡ് ആവുമല്ലോ. അതിനൊന്നും മരുന്നിന്റെ ആവശ്യമില്ല, നോർമലാണ്. അത് നമ്മുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം,
ഒക്കെ ആയിട്ട് ആശ്രയിച്ചിരിക്കും. ചിലർ കൂടുതൽ പ്രോബ്ലം സോൾവിങ്ങിന് കേപ്പബിൾ ആയിരിക്കും, ചിലർക്ക് അത്ര തന്നെ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവിടെ അസ്ഥാനത്തായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് തലച്ചോറിൽ റിവേഴ്സ് ചെയ്യേണ്ട മാറ്റങ്ങൾ ചിലപ്പോൾ ആയി കാണില്ല. രണ്ടാമത് അത്തരം സന്ദർഭങ്ങളിൽ വേണ്ടത് മരുന്നല്ല. ഈ ഏത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണോ കുറവ്, അതിന് വേണ്ട കൗൺസിലിങ്ങും ചർച്ചകളും സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മളൊരു നിരന്തരമായിട്ട് നമ്മളൊരു പ്രശ്നത്തിനെ നേരിടുന്ന രീതികൾ തെറ്റാണെങ്കിൽ അത് മാറുകയാണല്ലോ വേണ്ടത്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അതിനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ അതാണ് ആങ്സൈറ്റി ആയിട്ടും ഡിസ്ട്രെസ് ഒക്കെ ആയിട്ട് വരുന്നത്. അതും രോഗാവസ്ഥയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ എല്ലാ റിയാക്ഷൻസും മരുന്ന് ചികിത്സ അതിപ്പോഴും കുറച്ച് സംഭവിക്കും. കാരണം ഈ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ വിപണിയിൽ അവൈലബിൾ ആയതിനു ശേഷം കുറച്ചൊരു ഓവർ യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മറ്റു പ്രശ്നങ്ങളും സൈക്കാട്രിസ്റ്റിന്റെ അടുത്തല്ല, എല്ലാ ഡോക്ടർമാരും ഇപ്പോൾ ആന്റി ഡിപ്രസന്റ് മരുന്നുകൾ എഴുതാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ തെറ്റിന്ന് വരും, അതായത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് എഴുതിയാൽ. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതൊക്കെ ആയിട്ടും ഇത്രയും വ്യക്തത, ഈ ക്ലിനിക്കൽ കോൺസെപ്റ്റിനെ കുറിച്ച് ഇത്രയും വ്യക്തത ഉണ്ടെങ്കിലും ഇപ്പോഴും നല്ലൊരു ശതമാനം ആൾക്കാരുടെ ക്ലിനിക്കൽ ഡിപ്രഷൻ ചികിത്സിക്കപ്പെടാതെ പോവുകയാണ് ഉണ്ടാവുക. അത് തിരിച്ചറിയപ്പെടാത്തത് കൊണ്ടാണോ? തീർച്ചയായിട്ടും തിരിച്ചറിയപ്പെടാത്തതും സമൂഹം അതിനെ ഒരു രോഗാവസ്ഥയായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ടും, പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം പീരീഡുകൾ അത് വലിയൊരു സീരിയസ് പ്രശ്നമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. മനസ്സിലാവുന്നേ ഇല്ലല്ലേ? ഇപ്പൊ കൂടുതൽ ആൾക്കാർ അതിനെ കുറിച്ച് എഴുതുന്നു പറയുന്നു ഒക്കെ ഉണ്ട്. അനുഭവിച്ചവർക്കാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. അവിടെയെല്ലാം മറ്റു ഡോക്ടർമാരും ഫാമിലി മെമ്പേഴ്സും ഒക്കെ അതിനെ നോർമലൈസ് ചെയ്യാനാണ് ശ്രമിക്കുക. സാധാരണമാണ്. പ്രസവം കഴിഞ്ഞാൽ കുറച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തിനാണ് ഡിപ്രസ്ഡ് ആകുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ള ഒരു ലോജിക്കലായിട്ട് ഇതിനെ നേരിടും. പക്ഷെ സഹിക്കുന്ന ആൾക്കറിയാം അവർക്ക് ഇതിന്റെ മേലെ കൺട്രോൾ ഇല്ല എന്നുള്ളത്. അതാണ് രോഗമാണെന്ന് പറയുന്നതിന് കാരണം. രോഗാവസ്ഥകൾ നമുക്ക് കൺട്രോൾ ഇല്ലല്ലോ, ഏത് രോഗാവസ്ഥയാണെങ്കിലും. അതേമാതിരി തന്നെയാണ് ഡിപ്രഷൻ. ആ ബ്രെയിനിലെ മാറ്റങ്ങൾ അങ്ങനെ ആ ഒരു വഴിക്ക് പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അതുകൊണ്ടാണ് ഈ അടിമപ്പെടുക എന്നൊക്കെയുള്ള വാക്കുകളുടെ പ്രയോഗങ്ങളൊക്കെ വരുന്നത്. അത് മാത്രമല്ല, അത് വേറെ കാരണമുണ്ട്. ഈ കുറച്ച് സമൂഹം സീരിയസ് ആയിട്ട് എടുക്കുന്ന രോഗങ്ങള് അങ്ങനത്തെ ഒരു ടെർമിനോളജി വരും. ക്യാൻസർ പൊരുതി, ക്യാൻസറിനോട് പൊരുതി മരിച്ചു എന്നല്ലേ പറയാം. അപ്പോ അതൊക്കെ സോഷ്യൽ ആസ്പെക്ട്സ് ആണ് അതിന്റെ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതാണ്, ഈ ക്ലിനിക്കൽ ഡിപ്രഷനും ജീവിതത്തിലെ ഡിസ്ട്രെസ്സും തമ്മിലുള്ള വേർതിരിവ് ആണ് ആദ്യത്തെ ഒരു പോയിന്റ് അതിൽ.